നമസ്കാരം, വെൽക്കം ടു മിനീസ് മിനി കിച്ചൺ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടർ പനീർ മസാലയാണ്. നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കഴിക്കാവുന്ന തരത്തിൽ മട്ടർ പനീർ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഗ്രീൻ പീസ് പനീർ എങ്ങനെ നമുക്ക് തയ്യാറാക്കണമെന്ന് നോക്കാം. ഒരു പാൻ ഇവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് പനീർ കഷ്ണങ്ങളിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പനീർ കഷ്ണങ്ങൾ ഏതാണ്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്കിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി നമുക്ക് അതേ പാനിൽ തന്നെ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർക്കുക. പിന്നെ ഗ്രാമ്പു 3, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഇതിനെ വഴറ്റണം. പിന്നെ അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. 2 സവാള ചെറുതായി നുറുക്കിയത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതിനെ നല്ല പോലെ ഒന്ന് വഴറ്റണം. പിന്നെ നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായി നുറുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ഏതാണ്ട് ഒരു വെന്ത് വരുന്നത് വരെ വഴറ്റണം. ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ജീരകപ്പൊടി 1/2 ടീസ്പൂൺ. ഇതൊക്കെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കണം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്തതായി ഇതിലേക്ക് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനെ ഒന്ന് തണിയാൻ വെക്കാം. തണിഞ്ഞതിന് ശേഷം ഇതിനെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് അടുത്തതായി ചേർക്കേണ്ടത് ഗ്രീൻ പീസാണ്. ഗ്രീൻ പീസ് 1 കപ്പ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേവി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിക്കാം. തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പനീർ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു നല്ല പോലെ ഒരു തിക്ക് ഗ്രേവി വരുന്നത് വരെ ഇതിനെ തിളപ്പിക്കുക. നല്ലൊരു തിക്ക് ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മേത്തി ലീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യമെങ്കിൽ നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രീൻ പീസ് പനീർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.